ഹലോ ശ്രീ ചാനലിലേക്ക് സ്വാഗതം. അപ്പോഴേ 2-3 ദിവസമായിട്ട് ഞാൻ രണ്ട് വീഡിയോസായിട്ട് കുറയ്ക്കുന്നുണ്ടല്ലേ, ഒന്നിലങ്ങ് നിർത്തുകയാണ് വയ്യായ കാരണം. അപ്പോൾ ഇന്ന് കരുതി നമുക്ക് പറ്റുന്നിടത്തോളം ഇന്നൊരു 3-4 വീഡിയോ ഇങ്ങനെ ഇടാമെന്ന് കരുതി. ഷോർട്സാണ് കേട്ടോ, ക്ഷമിക്കുക. ലോങ് വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരെണ്ണമായിട്ടിരുന്നു, അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടണം എന്ന് പറയാൻ നമ്മൾ ആളല്ലല്ലോ, ആണോ? അല്ല അല്ലേ? അപ്പം അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പം ഞാൻ കരുതി നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പല പ്രാവശ്യം ചതിച്ചവരെ നമ്മളുടെ കൂടെ പിന്നെ കൂട്ടുകയേ ചെയ്യരുത്. അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ സ്വന്തമായി കുഴി വെട്ടുന്നതിന് സമമാണ്, അല്ലേ? നമ്മുടെ കുഴി നമ്മൾ തന്നെ വെട്ടുന്നതിന് തുല്യമാണ് ഈ ചതിക്കുന്നവരെ നമ്മളെ കൂടെ കൂട്ടുന്നത്, അല്ലേ? പാമ്പിൻ്റെ സ്വഭാവം മാറുമോ? ഇല്ല, അല്ലേ? പാമ്പിനെ നമ്മൾ എത്ര തന്നെ സ്നേഹിച്ചാലും പാമ്പിൻ്റെ സ്വഭാവമല്ലേ കാണിക്കാറുള്ളൂ. അതുപോലെ തന്നെയാണ് ചതിക്കുന്നവർ. എത്രയൊക്കെ നമ്മൾ പിന്നെ നമ്മൾ ഒന്ന് ഒഴിഞ്ഞു പോയാലും ചതിക്കുന്നവർ നമ്മൾ ചതിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഒരിക്കൽ ചതിച്ചാൽ പിന്നെ അവർക്ക് അതിനെ ചതിക്കുന്നതിന് ഒരു മടിയും കാണത്തില്ല. ഏത് തരത്തിലും നമ്മൾ ചതിക്കാനേ മുന്നോട്ട് വരാറുള്ളൂ. അങ്ങനെയുള്ളവർ നമ്മൾ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടണ്ട. എന്തോ വേണോ? അനുഭവങ്ങൾ പഠിപ്പിച്ചതാണേ. എൻ്റെ കുഴി ഞാൻ തന്നെ വെട്ടി എടുത്തുപോയി, അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഒരു പ്രാവശ്യം പറ്റി, പിന്നെ ആദ്യത്തെ തവണ പോട്ടേന്ന് കരുതി. പിന്നെ അത് തന്നെ ആവർത്തിച്ചപ്പോൾ ആ കുഴി തന്നെയല്ലേ, ഞാൻ തന്നെയല്ലേ ആദ്യമേ ആ കുഴി വെട്ടാൻ ഞാൻ തയ്യാറായില്ല എങ്കിൽ എനിക്കിത് പറ്റില്ലായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സാ ദുഃഖിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് ആർക്കും പറ്റാതിരിക്കട്ടെ. ചതിയന്മാരെ കൂടെ കൂട്ടേ വേണ്ട. ജീവിതത്തിൽ ഒരിക്കൽ പറ്റാം, ഒന്നിൽ കൂടുതൽ വട്ടം ആവർത്തിക്കാൻ അനുവദിക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുദിനം, നല്ലൊരു ഉച്ചയൂണ് കഴിഞ്ഞ് എല്ലാവരും മയക്കത്തിലായിരിക്കും. കാണുക, കമൻറ്റ് പാസ്സാക്കുക, കൂടെ കൂട്ടുക, വിജയിപ്പിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകും.